ഓ നല്ല ചൂട് മുട്ട, നല്ല ചൂടുള്ള മുട്ട കണ്ടിട്ടുണ്ടോ? ബെഡാ ഫാമാട്ടോ, വേണ്ട ഹായ് കൂട്ടരുതാ ഇതുണ്ടോ കോഴിമുട്ട കോഴികൾ. നമ്മളെ കേരളത്തിലേ ഏകദേശം 80 തൊട്ട് 90% കോഴിമുട്ട വരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എവിടെ അറിയാം? നാമക്കലാണ് നിൽക്കുന്നത്. ഞങ്ങൾ 29ാമത്തെ ജില്ലയിൽ വന്നിരിക്കുകയാണ്. നാമക്കൽ വന്ന അല്ലെങ്കിൽ നാമക്കൽ എന്നൊരു പേര് കേട്ടാൽ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന കോഴിമുട്ടയും കോഴികളായിരിക്കും അല്ലേ. അങ്ങനെ ഒരു ഫാമിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് വലിയ ഫാമൊന്നുമല്ല, ഒരു 12,000 കോഴി മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. 12,000 കോഴി മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതാണ്ട് 30,000 40,000 1 ലക്ഷം കോഴികളെ വളർത്തുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെ കയറി വീഡിയോ എടുക്കാൻ അലൗഡല്ല. പക്ഷേ ഇത് ചെറുതായാൽ പോലും അത്യാവശ്യം വലിയൊരു ഫാമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇത്രയും വലിയ ഫാം വേറെ എങ്ങും കാണാൻ ചാൻസ് ഇല്ല. അന്നേരം ഈ ഫാമിൻ്റെ വീഡിയോയുടെ വിശേഷമാണ് ഇന്നത്തെ ദിവസം കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ ഞങ്ങളൊരു 8-8:30 ഇവിടെ വന്നിരിക്കുകയാണ്. കോഴികളെല്ലാം മുട്ടയിട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിലവിളിയാണ് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കൊക്കരക്കോ കൊക്കോ. അന്നേരം അകത്ത് കയറിയുള്ള കാഴ്ചകൾ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. നമ്മൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അന്നേരം കോഴിമുട്ട എന്ന് കണ്ടാലോ, ഇത്രയും മുട്ട ഒന്നിച്ച് കിടക്കുന്ന വേറെ കണ്ടിട്ടില്ലേ? കണ്ടു കാണുമായിരിക്കും, ഏതെങ്കിലും ഇംഗ്ലീഷ് ചാനലിലൊക്കെ കണ്ടു കാണുമായിരിക്കും. പക്ഷേ ആദ്യമായിട്ടൊരു മലയാളം ചാനൽ വരാൻ പോവല്ലേ? ആന്ന് മിനീഷേ? ഉറപ്പാണല്ലേ? ആർക്കാർ തിരി വിളിക്കൂ? ഇല്ല വാ. അന്നേരം കോഴിമുട്ട അല്ലെങ്കിൽ കോഴികളെ കാണാൻ വേണ്ടി പോവാണ്. BB 300 എന്ന് പറഞ്ഞ 300 അതാ BB 300 എന്ന് പറഞ്ഞ ഒരു കോഴിയാണ് ഇവിടെ ഉള്ളത്. അത് വൈറ്റ് മുട്ട, നമ്മളെ വെള്ളമുട്ട എന്ന് പറയത്തില്ലേ, ആ വെള്ളമുട്ട ഉൽപ്പാദിപ്പിക്കുന്ന കോഴികളാണ് കേട്ടോ. അന്നേരം നമുക്ക് ആ ഷെഡിനകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പുറവും ഇപ്പുറമായിട്ട് ഒരുപാട് ഫാമുണ്ടോ, അങ്ങോട്ടൊക്കെ ഫാമുണ്ട്. അന്നേരം ഇതിനകത്തോട്ട് നമ്മൾ കയറുക കേട്ടോ. വഴി ഇതാണ് കേട്ടോ. അകത്ത് കയറാവോ? വാ, കുഴപ്പമില്ല, കയറി എടുക്കാനല്ലേ പറഞ്ഞേ. കൊക്കരക്കോ കൊക്കോ കയറിക്കോ, കയറി കേട്ടോ. ഉറങ്ങട കേട്ടോ, അല്ലെങ്കിൽ ഇതിന് ജീവികൾ കയറിയാലേ, പട്ടിയൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭീഷണിയാണ്. ഇതാണ് നമ്മളെ കോഴികൾ കേട്ടോ. ഒരു ഗേജിനകത്ത് ഒരു ചെറിയൊരു കൂടെ കേട്ടോ, ഇത്രയുള്ളൊരു ഏരിയയുള്ളു. 1 2 4 കോഴിയാണ് ഒരു ഗേജ് കിടക്കുന്നത് കേട്ടോ. ഇവിടെയും 4 കിടക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ എത്ര കോഴികളാണ് കേട്ടോ നീളത്തിൽ കിടക്കുന്നുണ്ടോ. എന്നാ രസമാണ്. ഇപ്പോൾ ഒരു 8 മണി സമയത്താണ് അവിടെ വന്നിരിക്കുന്നത്. അന്നേരം മുട്ടകളൊക്കെ ഇട്ട് തുടങ്ങുന്നത് 10 മണിയാകുമ്പോഴത്തേക്ക് അത്യാവശ്യം മുട്ട ആയി തീരുമെന്നാണ് പറയുന്നത്. അന്നേരം ഒരു 10 മണിക്ക് ഒരു മുട്ട എടുക്കത്തുള്ളൂ. അതെല്ലാം നമുക്ക് അങ്ങോട്ട് കയറി കണ്ടു നോക്കാം. കണ്ടോ കണ്ടോ, നമ്മൾ അടുത്തോട്ട് വരുമ്പോഴത്തോറും ഭയങ്കരമായിട്ട് ആ കോഴികൾ ആക്റ്റീവ് ആവുന്നുണ്ട്. കോഴിമുട്ടയൊക്കെ കിടക്കുന്നുണ്ടോ? ഓ നല്ല ചൂട് മുട്ട, നല്ല ചൂടുള്ള മുട്ട കണ്ടിട്ടുണ്ടോ? ഇത് ഏത് കോഴിയിട്ട മുട്ടയായിരുന്നു അറിയൂ? ഏയ് പിന്നെ ഇനി ഫീഡ് കൊടുക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. വെള്ളം കൊടുക്കുന്ന രീതി കാണിച്ചു തരാം. ബിരീഷ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ എന്നെ നോക്കി നിൽക്കായിരുന്നു. ഈ മുട്ടയാണല്ലോ നമ്മൾ പൊരിച്ച് തിന്നുന്നതെന്നോ. അതെ അതെ കണ്ടോ കോഴിമുട്ട കിടക്കുന്നുണ്ടോ. അന്നേരം ഈ കോഴി മുട്ട വരുന്ന രീതി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ചൂടുണ്ടോ മുട്ടയ്ക്ക്? ചെറിയ ചൂട്. എല്ലാ മുട്ടയ്ക്ക് ഒരെണ്ണക്ക് വരണം നിർബന്ധമില്ലല്ലേ. ഇത് നമ്മൾ തീറ്റ കൊടുക്കുന്ന ഭാഗമാണ്, അതിൻ്റെ ഫീഡ് കൊടുക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. കണ്ടോ. പക്ഷെ വെള്ളം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. അതിനകത്ത് അമർത്തുമ്പോൾ വെള്ളം അതിനകത്ത് വന്ന് വീഴും, അല്ലെങ്കിൽ കൊത്തി കുടിക്കും. കോഴിയുടെ കൊക്കുണ്ടല്ലോ, കൊക്ക് ഉപയോഗിച്ച് കൊത്തി കുടിക്കുക ചെയ്യുന്നത്. അതിന് നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റത്തിൻ്റെയൊക്കെ വെള്ളം കൊടുത്ത് സപ്ലൈ ചെയ്യുന്ന സംഭവം അവിടാണ്. എന്തുമാത്രം കോഴികളാ. ഇത് കണക്ക് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4-5 ഷെഡുണ്ട്. ആ ഷെഡ് നിറച്ച് കോഴികളാണ്. ഇതാണ് എൻ്റെ ടാങ്കും കാര്യങ്ങളും കേട്ടോ. ഇതിനകത്താണ് ഈ കോഴികൾക്ക് ആവശ്യമുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമല്ലേ നീ കാണുന്നത് ഇങ്ങനെ ഇത്രയും വലുത് വലിയ ഫാം? കോഴികളൊക്കെ തലയിട്ട് പുറത്തിരിക്കുന്നുണ്ടോ? തീറ്റ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിലെ കൂടെ കൊത്തിയെടുക്കുന്നത്. ബെഡാ ഫാമാട്ടോ, വേണ്ട
നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആണോ ഈ ബഹളമേ? പിന്നെ ഈ കോഴികൾക്കെല്ലാം ഫീഡ് കൊടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ കാണുന്ന മിഷൻ കണ്ടോ, ഇത് ഉപയോഗിച്ചാണ് അവർ ഫീഡ് കൊടുക്കുന്നത്, തീറ്റ കൊടുക്കുന്നത്. കാരണം ഈ മിഷനകത്ത് ലോഡ് ചെയ്യും, തീറ്റ കൊണ്ടുവന്ന് ലോഡ് ചെയ്തിട്ട് ഇവനെ കുറേ തെള്ളി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് കണ്ടോ, ഈ പൈപ്പിൽ കൂടെ തീറ്റ വന്ന് വീഴും. കണ്ടോ അവിടെയും തീറ്റ വന്ന് വീഴും. ഇതിങ്ങനെ തെള്ളിക്കൊണ്ട് വരും. ഈ ഫുള്ള് സംഭവം തെള്ളി അങ്ങോ അറ്റം വരെ പോകും. അന്നേരത്തേക്ക് എല്ലാ കൂട്ടിലും ഈ കാണുന്നതിനകത്ത് തീറ്റ വന്ന് വീഴും. ഇതൊക്കെ മുട്ടയായിട്ടുണ്ട് കേട്ടോ. തറയിൽ വീണ് പൊട്ടിയേക്കുന്നത് എങ്ങനെ തറയിൽ വീണെന്ന് അറിയാൻ വയ്യ. ഉണ്ടോ ഇവിടെ എല്ലാം മുട്ടയായിട്ടുണ്ട്. അപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇതാണ് കുറേ കൂടെ. നമുക്ക് അതൊക്കെ ജസ്റ്റ് കണ്ടു നോക്കാം അല്ലേ? പോട്ട്. ഇതൊന്നും അല്ല, ഇവിടുത്തെ ഹൈടെക് കൂടുതൽ കണ്ടെങ്കിൽ ഞെട്ടിപ്പോകും കേട്ടോ. ഭയങ്കര സംഭവം അല്ലേ? നമ്മൾ ഇന്നലെ ഒരു ഹൈടെക് കൂടി ഞങ്ങൾ പോയായിരുന്നു. ഇന്നലെ ഒരു ഹൈടെക് കൂടി പോയായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ അപ്പോഴേ പറഞ്ഞു നോ, പറ്റത്തില്ല. അങ്ങനെ വേറെ പോയി അവരെല്ലാം റിജക്ഷൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വീഡിയോയ്ക്കകത്തൊന്നും വരില്ല. പിന്നെ ഇവർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു മുട്ടയുടെ ബെർത്ത് 2 രൂപ ലാഭം ഇല്ലേ? 2.5 രൂപ ലാഭം ദിവസം. തീറ്റയുടെ ചിലവെന്ന് പറഞ്ഞാൽ ചിലവല്ല പറയുന്നത്, ഒരു ചാക്ക് തീറ്റയുടെ വെറൈറ്റി ഞാൻ പറയാം. 2100 രൂപയാണ് ഈ കോഴിക്ക് കൊടുക്കുന്ന തീറ്റയുടെ ചാക്കിൻ്റെ വില. ഏകദേശം 16-17 ചാക്ക് ഒരു ദിവസം എടുക്കുന്നുണ്ട്. വില 2100 പറഞ്ഞ് കണക്ക് കൂട്ടി എങ്ങനെ പോയിട്ടാലും 10-17 രൂപയുടെ തീറ്റ ആണോ അല്ലേ? 17. നിങ്ങൾ ചിന്തിക്കേണ്ടത് പറഞ്ഞാൽ ഒരു കോഴി നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ ഒരു 4-5 മാസം തൊട്ടാണ് മുട്ടയിട്ട് തുടങ്ങുന്നത്. ഈ 5 മാസം വരെ എത്ര രൂപ ചിലവായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ടോ? ഇവിടെ ഒരുപാട് കോഴിയുണ്ട് കേട്ടോ. അത് പുതിയ കോഴി, അപ്പുറത്ത് ഒരുപാട് പുതിയ കോഴിയുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും, കയറാൻ പറ്റും, കയറി എടുക്കാം. അതിനിടയ്ക്ക് എത്ര എണ്ണം ചത്തു പോകുന്നു, എത്ര രൂപ അങ്ങനെ എന്തുമാത്രം നഷ്ടം ഉണ്ടാവുന്നു. 2 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ ഡെയിലി ഒരു 10,000 മുട്ട കിട്ടിയാൽ തന്നെ എത്ര കിട്ടും? 10,000 മുട്ട കിട്ടിയാൽ 20,000 ആവുന്നുള്ളൂ. ഇതെങ്ങനെ ലാഭത്തിൽ പോകുന്നത്? വെള്ളക്കോഴി ഇപ്പുറത്താ ഒരു 16,000 രൂപ, 2,000-3,000 കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ലാഭം ഒരു ദിവസം കിട്ടത്തുള്ളൂ. എനിക്കറിയാൻ വയ്യ, അവർ പറഞ്ഞ കണക്കാണ്. 2-2.5 രൂപയ്ക്കകത്ത് ഒരു മുട്ടയുടെ മേളത്ത് ലാഭം കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിൽ ഇപ്പോൾ എത്ര 7 രൂപ ഉണ്ട് മുട്ടയ്ക്ക് വിലയുണ്ടെന്ന് തോന്നില്ലേ? ഇപ്പോൾ വില കൂടുതലാണെന്ന് തോന്നുന്നു. ഇവരെ പുതിയ കോഴികളെ കാണിച്ചു തരാം കേട്ടോ. ഇത് പുതിയ കോഴികളാണ്, മുട്ടയൊക്കെ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. 5 മാസം ആവുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതും അങ്ങ് നീളത്തിൽ കിടക്കും കൂടെ. എൻ്റെ മുട്ടയൊക്കെ അങ്ങും ഓരോന്നൊക്കെ ആയി തുടങ്ങിയുള്ളൂ. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഈ കൂട് നിറയെ മുട്ടയാവേണ്ടതാണ്. പക്ഷെ ആ കൂടിലൊക്കെ ഒരുപാട് മുട്ടയായി കഴിഞ്ഞുണ്ടോ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ നിന്ന് കണക്കുള്ള വേറൊരു ഷെഡാണ് ഈ കാണുന്നത്. നമുക്ക് അടുത്ത ഷെഡിലോട്ട് പോയി നോക്കാം. അങ്ങോട്ടെല്ലാം ഷെഡുണ്ട് കേട്ടോ. നീളത്തിൽ കിടക്കും അങ്ങ് അറ്റത്തോട്ടെ. അടുത്ത ഷെഡിലോട്ട് വന്നേ കേട്ടോ. ഇവിടെയും ഒരുപാട് കോഴികളുണ്ടോ. അത്യാവശ്യം മുട്ടയും ഉണ്ട്. ഈ കൂടുതൽ അത്യാവശ്യം മുട്ടയും ഉണ്ട്. എനിക്ക് മുട്ടയിട്ട് തുടങ്ങി നമ്മൾ ആദ്യം കണ്ട കോഴിക്ക് ഒരു 3 മാസമായ കോഴികളല്ലേ? മുട്ടയിട്ട് തുടങ്ങി 3 മാസം ആയതാണ്. എങ്ങനെയാണെന്നെങ്കിൽ ഒരു 8 മാസം പ്രായം കാണും വൈകില്ലേ? 4 തൊട്ട് 5 മാസം ആകുമ്പോഴത്തേക്ക് മുട്ടയിട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത് കോഴി. ഇതാണ് ഒരു ഷെഡ്. അങ്ങോട്ട് അപ്പുറത്തൊരു ഷെഡുണ്ട്, അങ്ങോട്ട് പോകണോ? ഇത് തന്നെ ആയിരിക്കും ഇല്ലേ? ഇത് തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതോടെ പോയി കണ്ടു നോക്കാം. കോഴിയല്ലേ ചത്ത് കിടക്കുന്നത്? അതാ പറഞ്ഞ ഇങ്ങനെ കുറെ കോഴികൾ ചത്തുപോകും. കുറെ കോഴി ചത്ത് കിടപ്പുണ്ട് അവിടെ. പിന്നെ ഇപ്പോഴത്തെ ഹൈടെക് കൂടുതലെ കണ്ട നല്ല രസം കേട്ടോ. അത് ഒരുപാട് ഉയരത്തിലാണ് ചെയ്തേക്കുന്നത്. എൻ്റെ വേസ്റ്റും കാണലെല്ലാം പ്ലാറ്റ്ഫോം താഴെ വന്ന് വീഴും. ഒരാൾക്ക് നിന്നുകൊണ്ട് തൂമ്പ് കൊണ്ട് കോരിയെടുക്കും. ഇവിടുത്തെ കൂടെന്ന് പറഞ്ഞാൽ ഹൈറ്റ് വളരെ കുറവാണ്. ഇങ്ങനെ ഒരു 3 അടിക്കകത്ത് മാത്രം ഉയരം പൊക്കം കാണത്തുള്ളൂ. അതിൻ്റെ താഴോട്ട് വേസ്റ്റ് വീഴും. കുനിഞ്ഞ് നിന്ന ആൾക്കാർ ഇതിൻ്റെ വേസ്റ്റ് കോരി മാറ്റുന്നത്. അന്നേരം ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷെ മറ്റുള്ള ഹൈടെക് ഫാമെല്ലാം നല്ല ഉയരത്തിലാണ് നിർത്തിയിരിക്കുന്നത്. നീ കണ്ടില്ലായിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പോലും ഒരു സമ്മതിച്ചില്ല. ജസ്റ്റ് പുറത്തു നിന്ന് പോലും എടുക്കാൻ സമ്മതിച്ചില്ല. പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചില്ല. പിന്നെ റോഡിൽ കൂടെ പോകുമ്പോഴേ ഞാൻ പറ്റുമെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ ദൂരെ എന്നുള്ള വീഡിയോസ് എടുത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അവിടെ ഞങ്ങൾക്ക് കൂടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. ബാ
തമിഴ്നാട്ടിൽ ഏകദേശം എനിക്ക് തോന്നുന്നു, ഏകദേശം അല്ല, അവർ പറഞ്ഞ രീതിക്ക് ഞാൻ കേട്ടറിഞ്ഞാണ്, ഒരു 10-15,000 ഫാമുകൾ ഇതിനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് എവിടൊക്കെയാണെന്ന് കണ്ടെത്തുന്ന കാര്യമാണ് പാട്. ഉള്ളിലോട്ടാണ് ഏറ്റവും കൂടുതലേ, ഉൾഭാഗങ്ങളിലോട്ടാണ് ഈ കൂടുള്ളതേ. കേരളത്തിലേക്ക് 80-90% കോഴിമുട്ട വരുന്നത് ഇവിടുന്നാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് കണ്ട് ഇവർക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. കാരണം എക്സ്പോർട്ടിങ് നടന്നില്ല. പുറം രാജ്യത്തോട്ട് പുറം രാജ്യത്തോട്ട് കോഴിമുട്ട കയറ്റി വിടാൻ പറ്റിയില്ല. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് മുട്ട കയറ്റിയിടാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ട് ഇവർക്ക് ഉണ്ടായി. അന്ന് ഒരു മുട്ട വെറും 2 രൂപയ്ക്ക് അകത്ത് കൊടുത്ത് തീർത്തു എന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു അന്ന്. കാരണം ലാഭം കിട്ടുന്ന 2 രൂപയാണ്. അന്നേരം ഒരു കോഴിമുട്ട 2 രൂപയ്ക്ക് കൊടുത്ത് തീർത്തു എന്ന് കേട്ടായിരുന്നു. കോഴിയില്ല. ഇവിടെ എല്ലാം കോഴിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അത് തീർന്നു കിടക്കുവാണ്. ഇവിടെ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം കൃഷിയുണ്ട്. അപ്പുറത്ത് കരിമ്പ് നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എടുത്തില്ലേ? തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തെങ്ങുകളുടെ തോപ്പ് കണ്ടെങ്കിൽ ഞെട്ടും. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തെങ്ങ് തോപ്പാ കാണുന്നത്, അതൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മണ്ട അടച്ചു കൂലി. അതാണ് ഇപ്പോഴത്തെ കുഴപ്പം. തെങ്ങുണ്ട്, പനയുണ്ട്, എല്ലാം വിളവ്. കാണുന്ന പോർഷനിൽ അവര് കരിമ്പ് നട്ടിരുന്നതാണ്, പക്ഷെ വിളവെടുപ്പ് കഴിഞ്ഞു. ഞാൻ വേറൊരു കാര്യം കിടക്കുന്നതാണ്. നമ്മളെ നാട്ടിലേ നമ്മളെ വെള്ളം ഉണ്ടല്ലോ, കുടിവെള്ളം, എന്നെ അടിപൊളി വെള്ളം നിറ കേരളത്തിൻ്റെ. പക്ഷേ നമ്മൾ ഇവിടെ തമിഴ്നാട്ടിൽ ഒട്ടുമിക്ക എല്ലായിടത്തും ഉപ്പ് വെള്ളമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളിപ്പം തമിഴ്നാട്ടിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നിൽക്കുന്നത്, ഇട സൈഡ് എന്ന് വെച്ചാൽ കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷെ എന്നിട്ട് ഇവിടെ ഉപ്പ് വെള്ളമാണ്. അതെന്താ റീസൺ അങ്ങനെ ഒരാളെ കാരണം അറിയാൻ വയ്യ. അതുകൊണ്ട് ഇവിടെ എല്ലാം മിനറൽ വാട്ടർ പോലുള്ള അങ്ങനെ കമ്പനികളെ ആശ്രയിച്ചാണ് കുടിവെള്ളം എടുക്കുന്നത്. പക്ഷെ നമ്മളെ നാട്ടിൽ അടിപൊളി വെള്ളമില്ലേ? വയലായാലും തോടായാലും കായലായാലും എല്ലാം അതിനടുത്ത് കിടക്കുന്ന കിണറായാൽ പോലും നല്ല വെള്ളമായിരിക്കും അല്ലേ? ബാ ബിനിഷ, പുലി പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പുലിയല്ല, അത് പട്ടിയാ. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മൾ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അന്നേരം അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതിന് ഫാം കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ എടുത്തിടുന്നതായിരിക്കും. അന്നേരം അടുത്ത ജില്ലയിലോട്ട് പോകാമെന്നാണ്. ഞാൻ 30ാമത്തെ ജില്ലയില്ലേ അല്ലേ? ആ ജില്ല ഏതാണ് 30ാമത്തെ? ഈ റോഡ്. അന്നേരം അങ്ങോട്ട് പോയപ്പോഴാണ്. അന്നേരം ഒരുപാട് ഇത് കണക്ക് അടിപൊളി കാഴ്ചകൾ യൂട്യൂബ് ചാനലുണ്ട്, കയറി കാണണം. ഓക്കെ.